എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ തന്നെ DMLT, അതുപോലെ തന്നെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നവംബർ 28 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെ ആണ് വിദ്യാർത്ഥികൾക്ക്, അതായത് നവംബർ 30 വൈകുന്നേരം 5 മണി വരെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള കോളേജ് ഓപ്ഷനുകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് നിങ്ങൾ എത്ര ഓപ്ഷൻസ് അവിടെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഓപ്ഷൻ നമ്പർ നൽകിയിട്ട് സേവ് ചെയ്യുകയും, അതുപോലെ തന്നെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷനിൽ നിങ്ങൾ എത്രത്തോളം ഓപ്ഷൻസ് നിങ്ങളുടേതായിട്ട് നിങ്ങൾ നൽകിയതായിട്ട് ഉണ്ട്, ആ ഒരു എല്ലാ ഓപ്ഷനുകളും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലേക്കും പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും കോളേജ് റിമൂവ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ഏത് ഓപ്ഷനാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനായിട്ടാണോ ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ച് ആ ഒരു ഓപ്ഷൻ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്കൊരു പുതുതായിട്ടൊരു ഓപ്ഷൻ ആഡ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ഏത് ഓപ്ഷനാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ നിങ്ങൾക്ക് ബോക്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ 2 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു 2 എന്ന് പുതുതായിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യപ്പെടുകയും, രണ്ടാമതായിട്ട് ഓൾറെഡി നിങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ അത് മൂന്നാമതായിട്ട് മാറുകയും ചെയ്യും. ഇതനുസരിച്ച് ബാക്കിയുള്ള ഓപ്ഷൻ്റെയും ആ ഒരു നമ്പർ ഒരു നമ്പർ ജസ്റ്റ് കൂടിയിട്ട്, അതായത് ഒരു ഓപ്ഷൻ നമ്പർ കൂടിയിട്ട് മാറും. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമതായിട്ടും മൂന്നാമത്തെ നാലാമതായിട്ടും ഈ ഒരു രീതിയിൽ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകളുടെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടില്ല. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ അവിടെ പെർമനൻ്റ് അല്ല, അത് താൽക്കാലികമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് ഫീസോ കാര്യങ്ങളോ അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഹയർ ഓപ്ഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ റിമൂവ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു 10 ഓപ്ഷൻസ് ഓൾറെഡി നൽകിയിട്ടുണ്ട്, 10 ഒരു 100 ഓപ്ഷൻസ്, 1 മുതൽ 100 വരെ ഓപ്ഷനുകൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരുന്നത് എങ്കിൽ കൂടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സ് ആഡ് ചെയ്യണമെങ്കിലോ ഓപ്ഷൻസിൻ്റെ ഏതെങ്കിലും സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനോ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കും. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീസ് അടക്കാനൊന്നും പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ ഒരു സാമ്പിൾ ആയിട്ട് നടത്തുന്നതാണ്. നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുക, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഫസ്റ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ? അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുൻ വർഷങ്ങളിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും
അലോട്ട്മെൻറ്റിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാം, അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാം. അത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടോ അതിനെ ജസ്റ്റ് ബാധിക്കുന്നില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഫസ്റ്റിൽ കിട്ടും, ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടില്ല, ചില വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാതിരിക്കുകയും ഇല്ല. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ഓപ്ഷൻസ് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻ റിമൂവ് ചെയ്യാനോ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള ഏതൊരു കോഴ്സും കോളേജും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എന്ത് കോഴ്സാണ്, എങ്ങനെയാണ് ആ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ആ ഒരു കോഴ്സിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ ഒന്ന്, അതായത് ആ ഒരു ഇൻ മലയാളം എന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആ ഒരു കോഴ്സ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള ആ ഒരു തമിഴ് ഭാഷകളിലൊക്കെയുള്ള ആ ഒരു വീഡിയോസൊക്കെ ലഭ്യമാകും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോഴ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പും സാലറി സ്കെയിലുമൊക്കെ എത്രയാണ്, ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജോബിന് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതുവഴി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ എടുക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് DPharm, അതുപോലെ DMLT, അതുപോലെ തന്നെ DOT അതുപോലുള്ള കോഴ്സുകളൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സുകളും അനുസരിച്ചും അതിനനുസരിച്ച് ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില കോഴ്സുകൾക്ക് ഒഴിവ് വളരെയധികം കുറവായിരിക്കും, എന്നാൽ അതിന് ജോലി സാധ്യത ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ ജോലി സാധ്യത എത്രത്തോളമാണ്, അതുപോലെ തന്നെ അത് പഠിച്ചാൽ എവിടെയാണ് ജോലി കിട്ടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ്, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുത്താൽ എന്തെങ്കിലും ജോലി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പല കോഴ്സുകളുടെയും ലാറ്ററൽ എൻട്രി കേരളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് പോയിട്ട് നിങ്ങൾ ലാറ്ററൽ എൻട്രി ഒക്കെ പഠിക്കണമെങ്കിൽ, അതായത് ഡിഗ്രി കോഴ്സുകളിലൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ ലാറ്ററൽ എൻട്രി കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നിങ്ങൾ അലോട്ട്മെൻറ്റ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോർ റിക്കവറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ രജിസ്ട്രേഷൻ ഐഡിയോ ചലാൻ നമ്പറോ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ അപേക്ഷ നൽകുമ്പോൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ID, DOB മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും നിങ്ങൾക്ക് റിക്കവർ ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഇതേ രീതിയിൽ, അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റ് മോഡിലോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലാൻഡ്സ്കേപ്പായിട്ടോ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് വെറുതെ പരിശോധിക്കാം എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ്, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിലേക്കായിട്ട് പരിഗണിക്കാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് അതിൻ്റെ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. ഓൾറെഡി നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക്, അതായത് ഇളം പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓൾറെഡി നൽകിയ ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ആ ഒരു ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് നിങ്ങൾ ആ ഒരു ഓപ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ച് ബോക്സിൽ നിങ്ങൾക്ക് 1, 2, 3 എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസും നിങ്ങൾക്ക് വേണ്ട കോഴ്സും കോളേജും പ്രയോറിറ്റിയും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നമ്പർ നൽകി സേവിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ താഴെയായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് കോഴ്സുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഓപ്ഷൻ നമ്പർ എത്രയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഇടയിലായിട്ട് മറ്റൊരു ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യുക. അത് നമ്പേഴ്സ് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 2ഉം 3-ാമത്തെയും ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ, അതായത് നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൽ 2, 3 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഒന്നാമത്തെ ഓപ്ഷൻ്റെ ബോക്സിൽ 2ഉം അതുപോലെ തന്നെ അടുത്ത ബോക്സിൽ 3ഉം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ്റെ സ്ഥാനത്ത് പുതുതായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള കോളേജ് ആഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ വരും. അതായത് നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണോ നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് ആ ഒരു ബോക്സിൽ ഓപ്ഷൻ്റെ ബോക്സിൽ നിങ്ങൾ ആ ഒരു എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്പർ കൊടുക്കുകയും സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പുതുതായിട്ട് എത്രാമതായിട്ടാണോ സെറ്റ് ചെയ്തതെന്ന് ആ ഒരു ഓപ്ഷൻ ആ ഒരു സ്ഥാനത്ത് പോയിട്ട് നിൽക്കുകയും അതിനുശേഷം അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് മുൻപുണ്ടായിരുന്ന ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് സേവ് ചെയ്യുകയും അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുകയും അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് നവംബർ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻസ് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്കായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകൾ കോഴ്സുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ജോബ് സാധ്യതയുള്ള ജോലി, അതായത് കോഴ്സ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ വിവിധ കോഴ്സുകൾക്ക് വിവിധ മേഖലകളിൽ ജോലി ഉണ്ടാവും. ചില കോഴ്സുകൾക്ക് ജോലി, അതായത് വാക്കൻസി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ചില കോഴ്സുകൾക്കാണെങ്കിൽ ധാരാളം സീറ്റുകളുണ്ടാകും. അതുപോലെ എന്നാൽ ജോലി സാധ്യത കുറവായിരിക്കും. ഈ ഒരു രീതിയിൽ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ കൂടുതൽ പഠിക്കാൻ താല്പര്യം എന്നുള്ളതനുസരിച്ച് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു കോഴ്സിൻ്റെ ജോലി സാധ്യത എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജോലി സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ഈ ജോലി നേടുന്നത് എന്നുള്ളതൊക്കെ, അതായത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു ജോലി നേടാം എന്നുള്ളതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിവിധ മേഖലകളിലുള്ള കോഴ്സുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ, അതായത് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഏതാണോ അതിൻ്റെ ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു കോഴ്സ് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. താല്പര്യമില്ലാത്ത കോഴ്സുകളോ കോളേജുകളോ ഓപ്ഷൻസായിട്ട് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ ലാറ്ററൽ എൻട്രി വഴി ഡിഗ്രിയിലേക്ക് പിന്നീട് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാറ്ററൽ എൻട്രി ഒക്കെ ഏത് സംസ്ഥാനത്താണ് ലഭ്യമാവുക എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.